പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരാളെക്കുറിച്ചൊരു അഭിപ്രായം പറയുമ്പോൾ ആളുടെ സ്വഭാവത്തിനനുസരിച്ച് നമ്മുടെ അഭിപ്രായങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ പലരും പറയും, ആദ്യം അങ്ങനെ പറഞ്ഞു, പിന്നെ ഇങ്ങനെ പറയണു എന്നൊക്കെ പറയും അല്ലേ. പക്ഷേ നമുക്കതിനൊന്നും ചെയ്യാൻ പറ്റില്ല. അവരുടെ സ്വഭാവം മാറുന്നതനുസരിച്ച് നമ്മുടെ അവരെക്കുറിച്ചുള്ള ആ അഭിപ്രായവും മാറിക്കൊണ്ടിരിക്കും. പറഞ്ഞു വരുന്നത് നമ്മുടെ രേണു സുധിയെക്കുറിച്ചാണ്. രേണു സുധി ഫസ്റ്റ് വീഡിയോ ചെയ്ത സമയത്തൊക്കെ കടൽ തിരയിലൊക്കെ കടന്നിങ്ങനെ ഉരുണ്ടു മറിയുന്ന സമയത്തൊക്കെ എല്ലാവരും സുധിയോടുള്ള ആ ഒരു സ്നേഹത്തിൻ്റെ പുറത്ത് എല്ലാവരും വിമർശിച്ചു. അങ്ങനെ പാടില്ല, ഇങ്ങനെ പാടില്ല, അത് മോശമായി, ഇത് മോശമായി, സുധിക്ക് സഹിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ കമൻറ്റുകൾ, നെഗറ്റീവ് കമൻറ്റുകൾ തന്നെ വന്നു. അത് കാര്യത്തിൻ്റെ ചങ്കോട് കൂടിയിട്ട് അതിനെല്ലാം മറികടന്ന് സുധി രേണു മുന്നോട്ട് തന്നെ പോയി. രേണു സുധി മുന്നോട്ട് തന്നെ പോയി. ആ ഒരു ധൈര്യത്തിന് നമ്മൾ തീർച്ചയായിട്ടും അംഗീകരിക്കണം. അതുപോലെ അതിന് ശേഷം പിന്നീട് പുരോഗമനം ഉണ്ടായി. രേണു സുധിയുടെ ആൽബങ്ങളിലൊക്കെ, അഭിനയത്തിലൊക്കെ, പിന്നെ സൗന്ദര്യത്തിലും ഒക്കെ പുരോഗമനങ്ങൾ വന്നു. അങ്ങനെ വന്നപ്പോൾ ഫസ്റ്റ് 50 നെഗറ്റീവ് കമൻ്റ് ഇട്ട ആൾക്കാരാണെങ്കിൽ അത് 100, 150 പോസിറ്റീവ് കമൻറ്റുകളിലേക്ക് മാറാൻ തുടങ്ങി. എല്ലാവരും സപ്പോർട്ട് ചെയ്തു. ഇങ്ങനെ തന്നെ വേണം സുധി, പിന്നോട്ട് ആവരുത്, മുന്നോട്ട് തന്നെ ആവട്ടെ, ഞങ്ങളെല്ലാവരും സപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും സപ്പോർട്ട് ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനും സപ്പോർട്ട് ചെയ്തു സുധിയെ, രേണുവിനെ, വാക്ക് തെറ്റിപ്പോന്നു, രേണുവിനെ സപ്പോർട്ട് ചെയ്തു. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്ന് പറഞ്ഞത്, നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിൽ നമ്മുടെ സഹോദരങ്ങൾക്കൊക്കെ, പ്രത്യേകിച്ച് ആങ്ങളമാർക്കൊക്കെ നോർമലി വാരി കൊടുക്കാറുണ്ടോ ഭക്ഷണ സാധനങ്ങൾ? ഇല്ല എന്ന് തന്നെയാണ് മറുപടി. പിന്നെ എന്തെങ്കിലും പ്രത്യേകിച്ച് സാഹചര്യത്തിലൊക്കെ ഒരൊറ്റ പാത്രത്തിൽ വിളമ്പി കിട്ടുമ്പോൾ അതിങ്ങനെ കൂടെ ഇരിക്കുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് വാരി കൊടുക്കും, ഒരു പാത്രത്തിലാണെങ്കിൽ. അല്ലെങ്കിൽ പിന്നെ ചില സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ വാരി കൊടുക്കും നമ്മുടെ സ്വന്തം സഹോദരന്. ഇത് മറ്റൊരു പെണ്ണിൻ്റെ ഭർത്താവാണ്, കൂടെ അഭിനയിക്കുന്നു, നല്ല സപ്പോർട്ടുണ്ട് എന്നതിൽ കവിഞ്ഞ് ആ പയ്യന് ആ ഭക്ഷണം വാരി കൊടുത്തത് എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് അത് ഇഷ്ടപ്പെടാതെ വന്നു. പലരും കമൻറ്റുകളായിട്ട് വന്നു. അതിനെതിരെ രേണുവിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ചലാന്ന് ചിലയ്ക്കും, ചുമ്മാ അങ്ങോട്ട് വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ രീതിയിൽ രേണു സംസാരിക്കും. സംസാരത്തിൻ്റെ കാര്യത്തിൽ ഒട്ടും മോശമല്ല, നല്ല രീതിയിൽ വർത്തമാനം പറയും. ഇങ്ങനെ വർത്തമാനം പറയുന്ന ആൾക്കാർ ഒരു എന്തെങ്കിലുമൊക്കെ ആവട്ടെ, അത് ഓരോരുത്തരുടെ രീതി. അങ്ങനെ രേണു അതിന് പൊട്ടിത്തെറിച്ച് കമൻറ്റുകളൊക്കെ വന്നു, മറുപടി കൊടുത്തു. അത് കൂടാണ്ട് ഇപ്പോൾ സുധിയുടെ മരണം 1 വർഷം എത്തുന്ന കഴിഞ്ഞ ദിവസത്തെ ആ ചടങ്ങിൽ എന്താണ് അവിടെ കാണിച്ചു കൂട്ടിയത്? രേണുവിൻ്റെ ഉള്ളിൽ സുധിയോട് ഒരല്പം സ്നേഹം, അല്ലെങ്കിൽ ആ മരിച്ച ആ ദിവസത്തെ ഓർമ്മകൾ ഒക്കെ ഉണ്ടായിരുന്നു എങ്കിൽ ഇതുപോലെയുള്ള ആളുകളെയൊക്കെ വീട്ടിൽ കയറ്റിക്കൊണ്ടുവന്നിട്ട് കോമാളിത്തരങ്ങൾ കാണിച്ചു കൂട്ടില്ലായിരുന്നു. അങ്ങനെ ആ മനുഷ്യർ ആരും അങ്ങനെ ഒരു ഓർമ്മ ദിവസം ഇങ്ങനെയുള്ള പേക്കൂത്തുകൾ കാണിച്ചു കൂട്ടില്ല. കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ വീട്ടിൽ വന്നു, തൊഴുത് നമസ്കരിച്ച് മെഴുകി തേഞ്ഞ് സുധിയുടെ ഫോട്ടോയ്ക്കുള്ളിൽ മുന്നിൽ. അവസാനം ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടാവും. കഴിച്ചിട്ട് മുറ്റത്ത് നിന്നിട്ട് നല്ലൊരു ഡാൻസ്. എല്ലാവരും കൈയടിച്ച് സപ്പോർട്ട് ചെയ്തു. രേണു അതിലേറെ മറ്റുള്ളവർ സപ്പോർട്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് കൈയടിച്ച് സപ്പോർട്ട് ചെയ്ത് ഷേക്ക് ഹാൻഡ് കൊടുത്ത്. ഇതൊക്കെ കാണുമ്പോഴാണ് ഈ കല്ലുകടി വരുന്നത്. നമ്മൾ സപ്പോർട്ട് ചെയ്തത് വെറുതെ ആയി പോയല്ലോ എന്ന് കുറച്ച് ആൾക്കാരുണ്ടോ, നിഷ്പക്ഷമായിട്ട് അനങ്ങാതെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഈ കാണിക്കുന്നതൊക്കെ വെറുതെ കോമാളിത്തരങ്ങൾ എന്നുള്ള രീതിയിൽ ഒരു മറുപടിയും പറയാതെ നിൽക്കുന്ന ആൾക്കാർ വേറെയുണ്ട്. പക്ഷെ പ്രതികരിക്കുന്നവർ ചിലപ്പോൾ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഒക്കെ പ്രതികരിച്ചുകൊണ്ടിരിക്കും. സത്യം പറഞ്ഞാൽ മിണ്ടാതിരിക്കുക നല്ലത്.
ഇതുപോലെയുള്ള ആഭാസത്തരങ്ങൾക്കെതിരെ ശബ്ദിക്കാതിരിക്കുന്നത് തന്നെയാണ് മൗനം വിദ്വാനുഭൂഷണം എന്ന് പറയുന്ന പോലെ അതാണതിൻ്റെ ശരി. ആ ചടങ്ങ് കണ്ടപ്പോൾ, ആ കൂടെ വർക്ക് ചെയ്യുന്ന ആ മനുഷ്യൻ്റെ ആ പേക്കൂത്തുകൾ കണ്ടപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഇടണമെന്ന് ഇന്നലെ തൊട്ട് തോന്നി തുടങ്ങിയതാണ്. ആ ഫുഡ് വാരി കൊടുക്കൽ, ചോറല്ലെന്നുണ്ട്, ഫുഡ് വാരി കൊടുക്കൽ. എന്തോ ഒരു സ്നേഹം കൂടെ വർക്ക് ചെയ്യുന്ന ആളോട്. എൻ്റെ അനിയൻ, അതാണ് എൻ്റെ മനസ്സിൽ. എൻ്റെ അനിയനാണ് ഇതുപോലെ, അനിയത്തിയാണ് അല്ലെങ്കിൽ ആങ്ങളെയാണ്, മോനാണ്, മോളാണെന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്ന പ്രശസ്തരായ ആളുകളെയൊക്കെ നമുക്കറിയാം. ഇന്ന് ഭാര്യയായി കൂടെ കൂട്ടി ഒരു കുഞ്ഞിനെയും സമ്മാനം കൊടുത്ത് കഴിയുന്ന വളരെ 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 വലിയ ആർട്ടിസ്റ്റുകളെ നമുക്കറിയാം. അപ്പോൾ അവർക്കങ്ങനെ വാക്ക് മാറാമെങ്കിൽ വെറുതെ മറ്റൊരാളുടെ കുടുംബം നശിപ്പിക്കാതിരിക്കുക. അനിയനായിട്ട് തന്നെ ഇരിക്കട്ടെ. അനിയനെ ചോറ് വാരി, അനിയൻ്റെ കൈക്ക് എന്താ പറ്റി, അങ്ങോട്ടും ഇങ്ങോട്ടും വാരി കൊടുത്തു. ഇതൊന്നും എത്ര ദൂരം പോകും എന്നുള്ള കാര്യം കണ്ടറിയണം. ആയുസ് വളരെ കുറഞ്ഞ ബന്ധങ്ങളാണിതൊക്കെ. അനിയനാണോ അനിയൻ്റെ സ്ഥാനത്ത്, ചേച്ചിയാണോ ചേച്ചിയുടെ സ്ഥാനത്ത്, ഷർട്ട് ഊരിയിട്ട ആളെ കെട്ടിപ്പിടിക്കുന്നു. അല്ല, അതൊക്കെ ഇങ്ങനെ സംവിധായകരും നിർമ്മാതാക്കളൊക്കെ പറയുമ്പോൾ അതനുസരിച്ച് ചെയ്യാതിരിക്കാൻ പറ്റില്ല. കൂടാതെ മറന്നു, നിമിഷ ബിജോ വന്നിട്ട് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പൈസയുടെ കാര്യത്തിലും യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഒരു ആൽബത്തിൽ കെട്ടിപ്പിടിച്ചാലും ഉരുണ്ട് മറിഞ്ഞാലും ഒക്കെ ചിലപ്പോൾ 2000 ആ രീതിയിലൊക്കെ കിട്ടുകയുള്ളായിരിക്കാം. അതുകൊണ്ടാണല്ലോ അക്കൗണ്ട് ബാലൻസ് വളരെ ഒരു 100 രൂപയ്ക്ക് താഴെ ഒക്കെ ആയിട്ട് കാണിച്ചു വന്നു. പക്ഷേ നിമിഷയുടെ കൂടെയൊക്കെ കൂട്ടുകൂടിയ അക്കൗണ്ടിൽ പൈസ വരും. ശരിയേത് തെറ്റേത് എന്നൊക്കെ അറിഞ്ഞ് മുന്നോട്ട് പോവുക. അത്രമാത്രമേ എന്നെപ്പോലെയുള്ള ആളുകൾക്ക് പറയാനായിട്ട് പറ്റൂ. അഭിനയിക്കുന്നതും അനുഭവിക്കുന്നതും ജീവിക്കുന്നതും എല്ലാം രേണുസുധി മാത്രമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ.